ഹുസ്നുൽ ളിയാഫ, ആതിഥ്യം, നല്ല ആതിഥ്യം, അതിഥി സൽക്കാരം. നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ നമ്മളവരെ നന്നായി സൽക്കരിക്കണം. അതാണ് ഹുസ്നുൽ ളിയാഫ എന്ന് പറയുന്നത്. സിദറത്തു ദാരിസത്തുൻ മുംതാസത്തുൻ, സിദറ ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനിയാണ്. കാനത്ത് ജാലിസത്തൻ ഫി സ്വാലത്തിൽ ബൈത്തി, അവൾ തൻ്റെ വീട്ടിലെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. കാനത്ത് ജാലിസത്തൻ, അവൾ ഇരിക്കുകയായിരുന്നു. ഫി സ്വാലത്തിൽ ബൈത്തി, വീട്ടിലെ ഹാളിൽ. സ്വാലത്ത് മീൻസ് ഹാൾ. സമയത്ത് റനീനൽ ജറസി, ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. റനീൻ മുഴങ്ങൽ, ബെല്ലടിക്കുന്നത് കേട്ടു. ജറസ് ബെൽ. ഫതഹത്തിൽ ബാബ, അവൾ വാതിൽ തുറന്നു. ഫദാക്ക ഖാലുഹ, അതവളുടെ അമ്മാവനായിരുന്നു. ഖാലി, ഉമ്മയുടെ സഹോദരൻ. ഇസ്തഖ്ബലതുഹു ബിൽ ഇക്റാം, അവൾ അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. ഇസ്തഖ്ബലത്ത്, അവൾ സ്വീകരിച്ചു. ഹു, അദ്ദേഹത്തെ. ബിൽ ഇക്റാമി, ആദരവോടെ. ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അവർക്കിടയിലൊരു സംഭാഷണം നടന്നു. അൽ ഖാൽ, അസ്സലാമു അലൈക്കും. സിദറ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. തഫല്ലൽ ഖാലി, ഖാലി വരൂ. വസ്തരിഹ്, ഇരിക്കൂ. വന്നാൽ ഇരിക്കാൻ പറയണം അല്ലേ, അതിഥികളെ ഇരുത്തണം. അൽ ഖാലു, ശുക്രൻ, ജസാക്കില്ലാഹു ഖൈറൻ. സിദറ, കൈഫ ഹാലുക യാ ഖാലി, എന്തൊക്കെയുണ്ട് വിശേഷം അമ്മാവ. അൽ ഖാൽ, അന ബിഖൈർ, സുഖം തന്നെ, അൽഹംദുലില്ലാഹ്. കൈഫ ഹാലുക്കി, നിനക്കോ, നിന്റെ വിശേഷം. സിദറ, തമാം, അൽഹംദുലില്ലാഹ്, സുഖം തന്നെ. അൽ ഖാൽ, ഐന ഉമ്മുക്കി യാ സിദറ, സിദറ, നിന്റെ ഉമ്മ എവിടെ. സിദറ പറയുന്നു, ഹിയ ദഹബത്ത് ഇല ബൈത്തി ജാരിന, ഉമ്മ നമ്മുടെ അയൽവാസിയുടെ, ഞങ്ങളുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയതാണ്. ദഹബത്ത് ഇല ബൈത്തി ജാരിന, ഞങ്ങളുടെ അയൽവാസിയുടെ വീട്ടിൽ പോയി. ബഅദ ഖലീലിൻ, അല്പസമയത്തിന് ശേഷം. തആൽ യാ ഖാലി, ഖാലെ വരൂ. തഫല്ലൽ, വരൂ. അശായ ജാഹിസുൻ, ചായ റെഡിയാണ്. വരൂ, ചായ കുടിക്കൂ, ചായ റെഡിയാണ്. ജാഹിസ് മീൻസ് റെഡി എന്ന് പറഞ്ഞുകൊണ്ട് സിദറ ഖാലിനെ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അപ്പോൾ അൽ ഖാൽ, ത്വയ്യിബ്, ഓക്കെ. അൻതി മുംതാസ, നീ മിടുക്കിയാണ്. അങ്ങനെ ഖാലി ചായ കുടിക്കുമ്പോൾ തദ്ഖുലുൽ ഉമ്മു, ഉമ്മ കയറി വരുന്നു. അൽ ഉമ്മു, അഖിയൽ അസീസ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര. മതാ ജിഇത, നീ എപ്പോൾ വന്നു. അൽ ഖാൽ, ഖബല വഖ്തിൻ ഖലീലിൻ, അല്പസമയത്തിന് മുമ്പ്. സിദറത്ത് ബിന്തുൻ മിസാലിയത്തുൻ, സിദറ ഒരു മാതൃക പെൺകുട്ടിയാണ്, എല്ലാവർക്കും മാതൃകയായ ഒരു പെൺകുട്ടിയാണ്. ഇസ്തഖ്ബലത്നി ബി അഹ്സനി വജ്ഹിൻ, അവൾ വളരെ നല്ല രൂപത്തിൽ എന്നെ സ്വീകരിച്ചു. ഇസ്തഖ്ബലത്നി, അവൾ എന്നെ സ്വീകരിച്ചു. ബി അഹ്സനി വജ്ഹിൻ, വളരെ നല്ല രീതിയിൽ. അല്ലുമ്മു, ജമീൽ, ആഹാ, സുന്ദരം. അങ്ങനെ ഉമ്മക്ക് സന്തോഷമായി. ഇനി നഖറഉൽ ഹിവാറ, നമ്മൾ ഈ സംഭാഷണം വായിച്ചിട്ട് നഖ്താറുൽ കലിമാത്തി തഹദീബിയ, അൽ കലിമാത്തു തഹദീബിയ കണ്ടെത്തണം. എന്തൊക്കെയാണ് ഇതിലുള്ള കലിമാത്തു തഹദീബിയ? ഒന്ന്, അസ്സലാമു അലൈക്കും, പിന്നെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, പിന്നെയോ തഫല്ലൽ, പിന്നെ ശുക്രൻ, അടുത്തത് ജസാക്കില്ലാഹു ഖൈറൻ, പിന്നെ അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിലുള്ള അൽ കലിമാത്തു തഹദീബിയ. ആ വാക്കുകൾ, ആ കലിമാത്തു തഹദീബിയ ഇവിടെ എഴുതുക. നുഇദ്ദു തസ്രീഹാത്തിൻ, സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കണം. അനിൽ ളിയാഫത്തി, ആതിഥ്യത്തെക്കുറിച്ച്. ഫി ലൗഇൽ ഹിവാരി, ആ സംഭാഷണത്തിൻ്റെ വെളിച്ചത്തിൽ. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. തസ്അലു, ചോദിക്കുന്നു. അഹ്വാല്, അവസ്ഥകൾ. അൽ ജുലൂസു അലൽ അരീക്കത്തി, സോഫയിൽ ഇരിക്കൽ. അരീക്കത്ത് മീൻസ് സോഫ. തദഉ, ക്ഷണിക്കുന്നു. തത്ലുബു, ആവശ്യപ്പെടുന്നു. ഷുർബു ഷായ്, ചായ കുടിക്കൽ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ കുറേ സെൻറ്റൻസുകളുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അതിന് നേരെ കൊടുത്തിരിക്കുന്നത് എന്താണ്? റദ്ദത്ത് സിദ്റത്തു അസ്സലാമ അലാ ഖാലിഹ, സിദ്റ ഖാലിനോട് സലാം മടക്കി.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്നത് സിദ്ര ഖാലിനോട് സലാം അടക്കിയതാണ് അല്ലേ. അതേപോലെ താഴെയുള്ള സെന്റൻസുകൾ എന്താണ് എന്ന് എഴുതണം. കൈഫ ഹാലുക യാ ഖാലി, ഖാലെ എന്തൊക്കെയുണ്ട് വിശേഷം, അതെന്താണ്, അത് നമുക്ക് ഇവിടെയുള്ള ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതാം. തസ്അലു സിദ്റത്തു അഹ്വാലൽ ഖാലി, ഖാലിന്റെ അവസ്ഥകൾ ചോദിക്കുന്നു അല്ലേ. തസ്അലു സിദ്റത്തു അഹ്വാലൽ ഖാലി, സിദ്ര ഖാലിന്റെ അഹ്വാൽ വിശേഷങ്ങൾ ചോദിക്കുന്നു. തഫല്ലൽ ഖാലി വസ്തരിഹ്, ഖാലെ വരൂ ഇരിക്കൂ എന്ന് പറയുന്നു അല്ലേ. അതെന്താണ്? തത്ലുബു സിദ്റത്തു മിൻ ഖാലിഹ അൽ ജുലൂസ് അലൽ അരീക്ക, സിദ്ര അമ്മാവനോട് സോഫയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. അതാണത്. തഫല്ലൽ അശായു ജാഹിസുൻ, വരൂ ചായ റെഡിയാണ്. ഇതെന്താണ്? തദ്ഉ സിദ്റത്തു ഖാലഹ ലി ഷുർബിഷായ്, സിദ്ര അമ്മാവനെ ചായ കുടിക്കാൻ ക്ഷണിക്കുന്നു. അങ്ങനെ എഴുതുക. ഇനി റിളന്നാസി, ജനങ്ങളുടെ തൃപ്തി. ഇതൊരു കഥയാണ്. റക്കിബ ജുഹ ഹിമാറൻ, ജുഹ കഴുതപ്പുറത്ത് കയറി. ജുഹ തൻ്റെ കഴുതപ്പുറത്ത് കയറി. വ മശബ്നുഹു ഖൽഫഹു, തൻ്റെ മകൻ അദ്ദേഹത്തിന് പിന്നിൽ നടന്നു, കഴുതയുടെ പിന്നിൽ നടന്നു. മഷ നടന്നു, ഇബ്നുഹു ജുഹയുടെ മകൻ, ഖൽഫഹു പിന്നിൽ. വമറ ബിജമാഅത്തിൻ, അങ്ങനെ അവര് ഒരു സമൂഹം, ഒരു കൂട്ടം ആൾക്കാരുടെ അടുക്കൽ കൂടെ പോയി. മറ അവർ നടന്നു, അവർ പോയി. ബിജമാഅത്തിൻ ഒരു കൂട്ടം ആളുകളുടെ അടുക്കൽ കൂടെ. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, അവര് ജുഹയും മകനും ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദർ റജുലി, ഇയാളെ നോക്കൂ, അല്ലദീ ഖലാ ഖൽബുഹു മിന ശഫഖത്തി, മനസ്സിൽ ഒട്ടും സ്നേഹമില്ലാത്ത ഇയാളെ നോക്കൂ. ഖല എന്നാൽ ഒഴിഞ്ഞു എന്നാണ്. ഖലാ ഖൽബുഹു, അയാളുടെ കൽബ് മനസ്സ് ഒഴിഞ്ഞിരിക്കുന്നു, മിന ശഫഖ സ്നേഹത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ മനസ്സിൽ സ്നേഹമില്ലാത്ത അയാളെ നോക്കൂ. യർക്കബു ഹുവ, അയാൾ കഴുതപ്പുറത്ത് കയറി. വയത്തുർക്കു ഇബ്നഹു യംഷി, മകനെ നടക്കാൻ വിടുന്നു. താൻ കഴുതപ്പുറത്ത് കയറി ചെറിയ മകനെ നടക്കാൻ വിട്ട ഒരു സ്നേഹവുമില്ലാത്ത അയാളെ നോക്കൂ എന്ന് പറഞ്ഞു ആ ആളുകൾ. അത് കേട്ടപ്പോൾ ഫനസല ജുഹ ഇറങ്ങി, കഴുതപ്പുറത്ത് നിന്നും ജുഹ താഴെ ഇറങ്ങി. വ മഷ, എന്നിട്ട് ജുഹ നടന്നു. വ അർക്കബ ഇബ്നഹു, മകനെ കഴുതപ്പുറത്ത് കയറ്റി. അർക്കബ കയറ്റി, ഇബ്നഹു മകനെ. അങ്ങനെ ആളുകൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജുഹ കഴുതപ്പുറത്തു നിന്നും താഴെ ഇറങ്ങി നടക്കുന്ന മകനെ കഴുതപ്പുറത്ത് കയറ്റി. എന്നിട്ട് ജുഹ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം അവർ നടന്നപ്പോൾ മറാബി ജമാഅത്തിൻ, ഒരു സമൂഹത്തിന്റെ അടുക്കൽ കൂടെ പോയി. മറ്റൊരു കൂട്ടം ആളുകളുടെ അടുക്കൽ കൂടെ അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, ആ ആളുകൾ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദൽ ഗുലാം, ആ കുട്ടിയെ നോക്കൂ. ഗുലാം കുട്ടി. ലൈസ ലഹു അദബുൻ, അവനൊരു മര്യാദയുമില്ല, അദബില്ല, മര്യാദയില്ല, സംസ്കാരമില്ല. യർക്കബുൽ ഹിബാർ, കാരണം എന്താണ്? യർക്കബുൽ ഹിമാർ, അവൻ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു. വയത്രുക്കു അബാഹു യംഷി, എന്നിട്ട് തൻ്റെ പിതാവിനെ നടക്കാൻ വിട്ടു. കുട്ടിയാകുമ്പോൾ പിതാവിനെ ബഹുമാനിക്കണ്ടേ? പിതാവിനെയല്ലേ കഴുതപ്പുറത്ത് കയറ്റേണ്ടത്? അവനെന്ത് ചെയ്തിരിക്കുന്നു? അവൻ കഴുതപ്പുറത്ത് കയറി ഉപ്പയെ നടത്തി അല്ലേ? അത് ശരിയല്ലോ എന്ന് കുറെ ആളുകൾ പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ ഫറക്കിബ ജുഹ വബ്നുഹു, ജുഹയും ഇബ്നും രണ്ടുപേരും കൂടെ അലൽ ഹിമാരി കഴുതപ്പുറത്ത് കയറി. വസാറ, എന്നിട്ട് അവർ സഞ്ചരിച്ചു. സാറ അവരെ സഞ്ചരിച്ചു. രണ്ടുപേർ ചെയ്തു എന്നുള്ളതിനാണ് സാറ റക്കിബ എന്ന് നീട്ടിയിട്ട് പറയുന്നത്. ഫമറ അവര് പോയി. ബിജമാഅത്തിൻ ഒരു സമൂഹത്തിന്റെ അടുക്കൽ കൂടെ. ഫഖാലു അപ്പോൾ അവര് പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദർ റജുലിൽ ഖാസി, ഈ ക്രൂരനായ ആളെ നോക്കൂ. അൽ ഖാസി മീൻസ് ക്രൂരനായ. ഈ ക്രൂരനായ ആളെ നോക്കൂ. യർക്കബു ഹുവ വബ്നുഹു, അയാളും മകനും കൂടെ കയറിയിരിക്കുന്നു.
വലാ യർഹമാനി ബിൽ ഹിമാരി, അവർ രണ്ടുപേരും കഴുതയോട് ഒരു കാരുണ്യവും കാണിക്കുന്നില്ല. ഒരു കഴുതപ്പുറത്ത് രണ്ടുപേര് കയറിയിട്ട് കഴുതയെ ബുദ്ധിമുട്ടിക്കുകയാണ്. വളരെ ക്രൂരന്മാരായ ആളുകൾ തന്നെ ഇവർ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫനസല ജുഹാ വബ്നുഹു, ജുഹയും മകനും ഇറങ്ങി, കഴുതപ്പുറത്തു നിന്നും താഴെ ഇറങ്ങി. വഹമലൽ ഹിമാറ, എന്നിട്ട് അവർ കഴുതയെ ചുമന്നു. കഴുതയെ കണ്ടോ, കാലിൽ വടിയൊക്കെ കെട്ടി കഴുതയെ ചുമലിലേറ്റ് നടക്കാൻ തുടങ്ങി. വസാറാബിഹി, അങ്ങനെ അവർ ആ കഴുതയെ കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഫമറ ബി ജമാഅത്തിൻ ഉഖ്റ, അങ്ങനെ അവർ മറ്റൊരു സമൂഹത്തിന്റെ അടുക്കൽ കൂടെ നടന്നു പോവുകയാണ്. ഫലഹിക്കു മിൻഹുമ, അവരെ കണ്ടപ്പോൾ ആളുകൾ ചിരിച്ചു. ലഹിക്കു, ചിരിച്ചു. വക്കാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഉൻദുറു ഹാദൈനിൽ മജ്നൂനൈനി, ഈ രണ്ട് ഭ്രാന്തന്മാരെ നോക്കൂ. ഉൻദുറു, നോക്കൂ, ഹാദൈനിൽ മജ്നൂനൈനി, ഈ രണ്ട് ഭ്രാന്തന്മാരെ. യഹ്മിലാനിൽ ഹിമാറ, അവർ കഴുതയെ ചുമന്നിരിക്കുകയാണ്. ബദലമിൻ അൻ യഹ്മിലഹുമ, കഴുത അവരെ ചുമക്കുന്നതിന് പകരം അവർ കഴുതയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഭ്രാന്ത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ഫവല അൽ ഹിമാറ, അപ്പോൾ അവർ കഴുതയെ താഴെ വെച്ചു. കഴുതയെ ചുമക്കുന്നത് നിർത്തി കഴുതയെ വെച്ചു. ഫില്ലർലി, ഭൂമിയിൽ വെച്ചു. വമശയ ഖൽഫഹു, എന്നിട്ട് അവർ അതിൻ്റെ പിന്നാലെ നടന്നു. കഴുതയെ ചുമന്നുമില്ല, ആരും കഴുതപ്പുറത്ത് കയറിയുമില്ല. രണ്ടുപേരും കഴുതയുടെ പിന്നിൽ നടന്നു. ഫമറ ബിജമാഅത്തിൻ, അങ്ങനെ അവരൊരു സമൂഹത്തിന്റെ അടുക്കൽ കൂടെ നടന്നു. ബിജമാഅത്തിൻ ജദീദത്തിൻ, മറ്റൊരു സമൂഹത്തിന്റെ അടുക്കൽ കൂടെ നടന്നു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദൈനിൽ മുഗഫലൈനി, ഈ അശ്രദ്ധയിലായിരിക്കുന്ന ആളുകളെ നോക്കൂ, ഈ രണ്ടുപേരും നോക്കൂ, ഒരു മണ്ടന്മാരായ ആളുകൾ അല്ലേ. യതഅബാനി മിനൽ മശി, അവര് നടന്ന് ക്ഷീണിക്കുകയാണ്. യതഅബാനി, അവർ ക്ഷീണിക്കുന്നു. മിനൽ മശി, നടന്നിട്ട്. വ അമാമഹുമാ അൽ ഹിമാറു, അവരുടെ മുമ്പിൽ കഴുതയുമുണ്ട്. ലാ യർക്കബാനിഹി, അവർ കഴുതപ്പുറത്ത് കയറുന്നില്ല. കഴുത കൂടെ ഉണ്ടായിട്ടും കഴുതപ്പുറത്ത് കയറാതെ നടക്കുന്നു. മണ്ടന്മാര് തന്നെ. അൽ മുഗഫൽ മീൻസ് അശ്രദ്ധയിലായവർ. ഫഖാല ജുഹാ ലിബ്നിഹി, അപ്പോൾ ജുഹ തന്റെ മകനോട് പറഞ്ഞു, ഇസ്മാ, കേൾക്കൂ, യാ ബുനയ്യ, മോനെ, ഇന്നക, തീർച്ചയായും നിനക്ക്, ലാ തസ്തതിഉ, കഴിയുകയില്ല, ലാ തസ്തതിഉ, കഴിയുകയില്ല, അൻ തൽഫറ ബിരിളൻ നാസി ജമീഅൻ, എല്ലാ ജനങ്ങളുടെയും തൃപ്തി കരസ്ഥമാക്കാൻ. നീ എന്ത് ചെയ്താലും എല്ലാ ജനങ്ങളെയും അതുകൊണ്ട് തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയില്ല. എന്ത് നല്ല കാര്യം ചെയ്താലും കുറെ പേര് അതിനെ വിമർശിക്കാനും അത് അംഗീകരിക്കാതിരിക്കാനും ഉണ്ടാകും. അതുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നത് അസാധ്യമാണ്. പിന്നെയോ റിളന്നാസി, അതുകൊണ്ട് ജനങ്ങളുടെ തൃപ്തിയൊന്നും നോക്കേണ്ടതില്ല. റിളന്നാസി ഗായത്തുൻ ലാ തുദ്റക്കു, റിളന്നാസി, ജനങ്ങളുടെ തൃപ്തി, ഗായത്തുൻ ലാ തുദ്റക്കു, അത് നേടേണ്ട ലക്ഷ്യമല്ല. വരിളല്ലാഹി, അള്ളാഹുവിൻ്റെ തൃപ്തി, ഗായത്തുൻ ലാ തുദ്റക്കു, അത് ഉപേക്ഷിക്കപ്പെടേണ്ട ലക്ഷ്യവുമല്ല. എന്ന് വെച്ചാൽ ജനങ്ങളുടെ തൃപ്തി നേടിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, പകരം അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അള്ളാഹുവിൻ്റെ തൃപ്തി ഉപേക്ഷിക്കാനും പാടില്ല. ഫത്രുക്ക് മാലാ യുദ്രക്കു, നേടേണ്ടതില്ലാത്തതിനെ നീ ഉപേക്ഷിക്കുക, മീൻസ് ജനങ്ങളുടെ തൃപ്തിയെ ഉപേക്ഷിക്കുക. വ അദരിക് മാലാ യുത്രക്കു, ഉപേക്ഷിക്കാൻ പാടില്ലാത്തതിനെ നീ നേടുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ തൃപ്തിയെ ഉപേക്ഷിക്കാൻ പാടില്ല, അതുകൊണ്ട് അത് നേടാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ഉപദേശം ജുഹ മകന് കൊടുത്തു. ഇനി നഖ്താറു മിനൽ ഖിസ്സത്തി, ഈ കഥയിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം അൽ അഫ്ആല, ഫിഅലുകൾ, കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ. വനക്തുബു, എന്നിട്ട് എഴുതാം. റക്കിബ, വാഹനത്തിൽ കയറി, കഴുതപ്പുറത്ത് കയറി, അതിനാണ് റക്കിബ എന്ന് പറഞ്ഞത് അല്ലേ. റക്കിബൽ ഹാഫിലത്ത, ബസ്സിൽ കയറി. അങ്ങനെ എവിടെ ഏത് വാഹനത്തിൽ കയറുമ്പോഴും റക്കിബയാണ് ഉപയോഗിക്കേണ്ടത്. റക്കിബ എന്ന് പറഞ്ഞാൽ അവൻ കയറി എന്നാണ്. റക്കിബ, അവർ കയറി. അതായത് രണ്ട് പേരാണുള്ളത് എങ്കിൽ റക്കിബ എന്നാണ് പറയുക, അവർ കയറി എന്നതിന്. അതേപോലെ മറ്റുള്ള
ഫീലുകളും നമുക്ക് എഴുതാം. മറ എന്ന ഫീൽ കണ്ടിരുന്നു അല്ലേ? നടന്നു. മറ നടന്നു, അവൻ നടന്നു. മറ അവർ നടന്നു, അവർ രണ്ടുപേർ നടന്നു. വള വെച്ചു, അവൻ വെച്ചു. വള അവർ രണ്ടുപേർ വെച്ചു. സാറ അവൻ സഞ്ചരിച്ചു, സാറ അവർ രണ്ടുപേർ സഞ്ചരിച്ചു. മഷ അവൻ നടന്നു, മഷയ. ഹമല അവൻ വഹിച്ചു, ഹമല അവർ വഹിച്ചു, രണ്ടുപേർ. ഓക്കെ. ഇനി നുമയ്യിസുൽ അഫ്ആലൽ മാളിയത്ത, മാളിയായ ഫീലുകളെ വേർതിരിക്കാം. ഹസബൽ ലമാഇരി, ലമീറുകൾക്കനുസരിച്ച്. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ മാളിയായ ഫീലുകൾ കൊടുത്തിരിക്കുന്നു. റക്കിബ കയറി, അതിനകത്തുള്ള ലമീർ ഏതാണ്? ഹുവ. അതായത് റക്കിബ എന്ന് പറഞ്ഞാൽ കയറി എന്ന് മാത്രമല്ല അർത്ഥം, അവൻ കയറി എന്നാണ് അർത്ഥം. അപ്പോൾ ഹുവ എന്ന ലമീർ കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ റക്കിബയിലുള്ളത് ഹുവ എന്ന ലമീറാണ്, അവൻ. അവൻ എന്നതിന് എന്താ പറയുക? ഹുവ. അതിൻ്റെ നേരെ ഹുവ എന്ന് എഴുതിയിരിക്കുന്നു. അതേപോലെ മറ അവർ നടന്നു, അതിനകത്തുള്ള ലമീർ ഏതാണ്? ഹുമ, അവർ രണ്ടുപേർ. ഇനി ഖാലു അവർ പറഞ്ഞു, അതിനകത്തുള്ള ലമീർ ഹും, അവർ. അങ്ങനെ ഈ കഥയിലുള്ള എല്ലാ ഫീലുകളും എടുത്തുകൊണ്ട് ഇങ്ങനെ എഴുതുക. മഷ നടന്നു, അതിൻ്റെ ലമീർ ഹുവ, അവൻ. അർക്കബ അവൻ വണ്ടിയിൽ കയറ്റി, അതിൻ്റെ ലമീർ ഹുവ. സാറ അവർ സഞ്ചരിച്ചു, രണ്ടുപേരാണ് അല്ലേ, അതുകൊണ്ട് ഹുമ, അവർ രണ്ടുപേർ. ഹമല ഹുമ, അവർ ചുമന്നു. ലഹിക്കു അവർ ചിരിച്ചു, അത് ഹും. പിന്നെ വള അവർ വെച്ചു, ഹുമ. മഷയ അവർ നടന്നു, ഹുമ. നസല ഇറങ്ങി, അവനാണ് ഇറങ്ങിയത് അല്ലേ, അവൻ ഇറങ്ങി, ഹുവ. ഖല ഒഴിഞ്ഞു, ഹുവ. ഓക്കെ. ഇനി നസ്തഅമിലുൽ അഫ്ആലൽ മാളിയത്ത, മാളിയായ ഫീലിനെ ഫിൽ ജുമലി വാക്യത്തിൽ പ്രയോഗിക്കണം. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. റക്കിബ വണ്ടിയിൽ കയറി. റക്കിബൽ വാലിദു അസ്സയ്യാറത, പിതാവ് കാറിൽ കയറി. അതേപോലെ ഒരു 3 ഫീലുകൾ വെച്ചുകൊണ്ട് എഴുതാം. അടുത്ത ഫീൽ എന്ത് വെക്കാം? നളറ. നളറൽ വലതു ഇല സമായി, കുട്ടി ആകാശത്തിലേക്ക് നോക്കി, നളറ. പിന്നെ നസല ഉണ്ട് അല്ലേ, നസല ഇറങ്ങി. നസലൽ വാലിദു മിന സയ്യാറത്തി, വാലിദ് കാറിൽ നിന്നും ഇറങ്ങി. അടുത്തത് വേറൊരു ഫീൽ വെച്ചോളൂ. മഷ, മഷൽ വലതു, കുട്ടി നടന്നു. ഓക്കെ.